അസ്സലാമലൈക്കും. ഇന്ന് ചെമ്മീനും വലിയ ചെമ്മീൻ തന്നെയാണ് കേട്ടോ. ചെമ്മീനും അതേപോലെ തന്നെ മുരിങ്ങക്കയും കൂടി മുളകിട്ട ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങയും മുരിങ്ങക്ക അതേപോലെ തന്നെ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച നല്ല വറ്റിച്ച മുരിങ്ങക്ക കറിയാണ്. അപ്പോൾ അത് എങ്ങനെ അരപ്പുണ്ടാക്കണം നോക്കാം. ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ 4 ഇട്ട് കൊടുക്കട്ടോ. കാരണം മുളക് ഇട്ടതല്ല. പിന്നെ എരിയൊന്നും കൂടില്ല. കാരണം മുരിങ്ങക്കയും മാങ്ങയും കുടംപുളിയും ഒക്കെ ഉള്ളത് കാരണം എരിവുണ്ടാവില്ല. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് കറിക്കനുസരിച്ചിട്ട് മുളക് പൊടി ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഈ അരപ്പിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചട്ടിയിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അതിൻ്റെ കട്ടൊക്കെ ഉടച്ച് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മാങ്ങ ഉള്ളത് കാരണം ഈ കറിയിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല. മാങ്ങ അതേപോലെ തന്നെ കുടംപുളിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടൊക്കെ നന്നായി ഉടഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാനെങ്ങനെയാണ് ഇട്ടാൽ എന്നും ചോറ് വെക്കാറ് ഇതേപോലെ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ വരുന്നതിനേക്കാൾ മുന്നേ തന്നെ വിസിലിങ്ങനെ വരാൻ തുടങ്ങില്ല അപ്പം തന്നെ തീ ഓഫാക്കിയിടും. എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ നല്ല ചോറാവൂട്ടാ. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തന്നെ ചോറിൽ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചതച്ച ചുവന്നുള്ളി വെളുത്തുള്ളി വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മുളക് പൊടി മഞ്ഞൾപ്പൊടി കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. കുടംപുളി ഇട്ട് കൊടുക്കുക. ആ കുടംപുളിയിലുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. 4 കുടംപുളി അത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുടംപുളി. എന്നിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇതിൽ നല്ല അലിഞ്ഞ് ചേരുന്നത് വരെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇത് എരും പുളിയൊക്കെ പിടിക്കാനുള്ള ഒരു രീതിയിൽ തന്നെ ചെമ്മീൻ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക. മുരിങ്ങക്ക ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല മിക്സ് ചെയ്യണം. എന്നിട്ട് അതിന് ശേഷം ഈ ചെമ്മീനിലൊക്കെ പെട്ടെന്ന് നമ്മൾ കറിയിൽ കൊണ്ടിട്ടാൽ തീരെ എരും പുളിയൊന്നും പിടിക്കില്ല. ഇതിലേക്ക് മസാല പിടിക്കണമെങ്കിൽ നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് കൂടുതൽ മുരിങ്ങക്ക എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാങ്ങ പകുതി മാങ്ങ കേട്ടോ. ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി ഇട്ട് കൊടുത്ത കാരണം. എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്താണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം മുരിങ്ങക്കയും ചെമ്മീനും മാങ്ങയൊക്കെ വേവുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വറ്റിച്ചിട്ടാണ് നമ്മൾ കറി എടുത്തിട്ടുള്ളത്. തീ ഓഫ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം 2 വേപ്പില വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇത് മാത്രം മതി ചോറിലേക്ക്, അടിപൊളിയാണ്. അതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് 3 കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കുതിർത്തതിന് ശേഷമാണ് ഇന്ന് ഉപ്പേരി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ക്രഷ് ചില്ലി വേപ്പില സവാള അതേപോലെ തന്നെ കടുകൊക്കെ പൊടിച്ചതിന് ശേഷം മുതിര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ തരണം കേട്ടോ.